അതുകൊണ്ട് ഒരിക്കലും ഒരു ചികിത്സയുടെ ഭാഗമാവുന്നില്ല. അപ്പം അത് പലർക്കും അതൊരു തെറ്റിദ്ധാരണയുണ്ട്. കണ്ണട വെച്ചാൽ എല്ലാം ആയി, നമ്മുടെ ഷോർട്ട് സൈറ്റിന് ചികിത്സയായി എന്നുള്ളത് ചികിത്സ ഒരു രീതി. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. കണ്ണടകള് കാഴ്ചയെ ആ സമയത്ത് ഫോക്കസ് ക്രമീകരിക്കുന്നല്ലാതെ ഭാവിയിലേക്ക് യാതൊരു തരത്തിലും മുതൽക്കൂട്ടാവുന്നില്ല. കണ്ണടയുടെ തവണകൾ, അതായത് പുതിയ പുതിയ കണ്ണടകൾ മാറ്റി മാറ്റി രസിക്കാം എന്നല്ലാതെ കാഴ്ച വർദ്ധിക്കാൻ അതുകൊണ്ട് പോകുന്നില്ല. അപൂർവമായിട്ട് ചില ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പൊ ഒരു ഗ്ലാസ് വെച്ചുള്ളൂ, ഒരു 6 മാസം കഴിഞ്ഞാൽ മാറ്റാം. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇയാൾ ഗ്ലാസ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കൂടെയുള്ളൂ, കുറയാറില്ല. അപ്പൊ അതുകൊണ്ട് പൊതുവെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ണട ഒരു ബാധ്യതയാണ്. ഇതൊരിക്കൽ നമ്മുടെ ബാധ ശരീരത്തിൽ കയറിയാൽ തിരിച്ചു പോകാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തടയിടുന്ന രീതിയിലുള്ള ആയുർവേദ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിദാന പരിവർജനം, കോസിനെ നമ്മൾ തടയുകയാണെങ്കിൽ, മൊബൈൽ പോലുള്ള ഉപയോഗം നിയന്ത്രിക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക, സിനിമയും മറ്റും ടിവിയിലോ ലാപ്ടോപ്പിലോ ദൂരെ ഇരുന്ന് കാണുക, ഗെയിമുകളൊക്കെ ലാപ്ടോപ്പിലോ ടിവിയിലോ കണക്ട് ചെയ്ത് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്തിട്ട് ദൂരത്തേക്കുള്ള കാഴ്ച കിട്ടാനുള്ള ഒരു പര്യാപ്തത അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ 50% വരും. 2050 ആകുമ്പോഴേക്കും നമ്മൾ 50% ആൾക്കാരും കണ്ണടയും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ്. അപ്പം അത് എത്രയും ഫലപ്രദമായിട്ട് നമുക്ക് തടയാൻ സാധിക്കുമോ അത്രയും ഫലപ്രദമായിട്ട് ആളുകളാണ്, അല്ലെങ്കിൽ ഇതിനെ അനുഭവിക്കേണ്ടവരാണ് ഇതിന് പ്രതിവിധികൾ തേടേണ്ടത്. അപ്പം അതിന് ആയുർവേദം വഴികൾ പറയുന്നു. ആ വഴികൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ ഈ ഒരു കുതിച്ച് ചാട്ടം നമുക്ക് കുറേയും കൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സുദർശൻ നേത്ര ചികിത്സാലയം തിരുവല്ലയിലെ ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ BG ഗോകുലനാണ്, ഡയറക്ടറാണ്, CEO ആണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് സന്തോഷം നമ്മുടെ വെടി ടോക്കിൽ വന്നതിൽ. അപ്പോൾ ഇനിയും ഡോക്ടറിന്റെ താങ്ക് യു റോഷൻ. ഇത്രയധികം നമ്മൾ സംസാരിച്ച് ബ്രേക്ക് പോലും മറന്നുപോയി അല്ലേ? ഏതായാലും അടുത്ത തവണ കാണുന്നവരേക്കും വിട പറയും. മെഡി ടോക്കിൽ നിന്നും ഞാനും ഡോക്ടറും ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ റോഷൻ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ്.